നമസ്കാരം സുഹൃത്തുക്കളെ, അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി പെൻഷൻ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവരായി ബന്ധപ്പെട്ട് 17 പ്രധാന മാനദണ്ഡങ്ങളാണ് നിലവിൽ പ്രാബല്യത്തിലുള്ളത്. ഈ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇവ സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? 2000 സ്ക്വയർ ഫീറ്റ് വീടുള്ളവർക്ക് എന്താണ് സ്ഥിതി? AC ഉള്ളവർക്ക് എന്താണ് സ്ഥിതി? വാഹനമുള്ളവർക്ക് എന്താണ് നിയമം? വരുമാന പരിധി എങ്ങനെ കണക്കാക്കുന്നു? ഇത്തരം കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് പരിശോധിക്കാം. 17 മാനദണ്ഡങ്ങൾ എന്തുകൊണ്ടാണ് പ്രധാനമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നൽകുന്നില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ചില അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ മാനദണ്ഡങ്ങൾ ഓരോന്നായി നമ്മൾക്ക് നോക്കാം. ഒന്നാമത്തെ മാനദണ്ഡമാണ് കുടുംബ വാർഷിക വരുമാനം. ആദ്യമായി പരിശോധിക്കുന്നത് കുടുംബ വാർഷിക വരുമാനമാണ്. നിലവിലെ മാനദണ്ഡം അനുസരിച്ച് കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കൂടരുത്. അതായത് വാർഷിക വരുമാനമാണ് 1,00,000 രൂപയിൽ കൂടരുത് എന്നാണ്. ഇവിടെ പലർക്കും സംശയമുണ്ട്. വീട്ടിലെ മകൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, മകൾക്ക് ശമ്പളമുണ്ടെങ്കിൽ, വിദേശത്ത് ജോലി ചെയ്യുന്ന കുടുംബാംഗം ഉണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും പരിശോധിച്ചായിരിക്കും തീരുമാനം. അതുകൊണ്ട് അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഈ പെൻഷൻ പ്രധാനമായും ജീവിത ചെലവുകൾ നടത്താൻ ബുദ്ധിമുട്ടാവുന്ന ആളുകൾക്കാണ്. അതായത് പല വയോധികർക്കും മരുന്നിനും ചികിത്സയ്ക്കും ദിനച്ചെലവുകൾക്കും ഈ തുക വലിയ സഹായകമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് ലഭിക്കണമെന്നാണ് ഈ മാനദണ്ഡത്തിന്റെ ലക്ഷ്യം. ഇനി മൂന്നാമത്തെ മാനദണ്ഡം, സർക്കാർ സർവീസ് പെൻഷൻ ലഭിക്കുന്നവർ. ഇതിനകം സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച് പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ സാധാരണയായി ക്ഷേമ പെൻഷന് അർഹത ഉണ്ടാവില്ല. കാരണം ഇതിനകം തന്നെ മറ്റൊരു സർക്കാർ പെൻഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ മാനദണ്ഡം. ഇനി നാലാമത്തെ മാനദണ്ഡം നോക്കാം. മറ്റുള്ളവരുടെ പൂർണ്ണ സാമ്പത്തിക സഹായത്തിൽ കഴിയുന്നവർ. ഇത് പലർക്കും മനസ്സിലാകാത്തൊരു മാനദണ്ഡമാണ്. ഒരു വ്യക്തിയുടെ എല്ലാ ചെലവുകളും മറ്റാരെങ്കിലും പൂർണ്ണമായും വഹിക്കുന്ന സാഹചര്യമാണോ എന്ന് ചിലപ്പോൾ പരിശോധിക്കാം. എന്നാൽ ഇത് ഓരോ കേസിലും വ്യത്യസ്തവുമായിരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് അഞ്ചാമത്തെ മാനദണ്ഡമാണ് ആദായ നികുതി അടയ്ക്കുന്നവർ. ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ സാധാരണയായി ക്ഷേമ പെൻഷന് അർഹതയുണ്ടാവില്ല. കാരണം സർക്കാർ കണക്കിൽ അത്തരം വ്യക്തികൾക്ക് ഒരു നിശ്ചിത സാമ്പത്തിക ശേഷി ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇനിയാണ് ആറാമത്തെ മാനദണ്ഡം, ഒന്നിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ. അതായത് ഒരു വ്യക്തി ഒരേ സമയം പല സാമൂഹ്യ സുരക്ഷ പെൻഷനുകളും വാങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ ഒരു വ്യവസ്ഥ. ഇത് സർക്കാർ ചെലവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെയും ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കുന്നത്. ഇനി ഏഴാമത്തെ കാര്യമാണ് 2 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർക്ക്. അതായത് ഭൂമിയുടെ ഉടമസ്ഥതയും ചിലപ്പോൾ ഇതിൽ പരിഗണിക്കുന്നുണ്ട്. അതായത് 2 ഏക്കറിൽ കൂടുതൽ ഭൂമി മാത്രമുള്ളവർക്ക് അർഹത സംബന്ധിച്ച് പരിശോധന ഉണ്ടാകും. ഒരു കൃഷിഭൂമി ആയിക്കോട്ടെ, അതിൽ ഉൾപ്പെടുന്നതാണ്. അതാണ് ഈ ഏഴാമത്തെ മാനദണ്ഡം, 2 ഏക്കറിൽ കൂടുതൽ ഭൂമി. ഇനി അടുത്തത് എട്ടാമത്തെ മാനദണ്ഡം. ഇതിൽ പറയുന്നത് ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നവർ എന്നാണ്. ഈ വ്യവസ്ഥ ഔദ്യോഗികമായി എല്ലാ രേഖകളിലും ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എട്ടാമത്തെ കാര്യം, ഭിക്ഷാടനം നടത്തി യാചിക്കുന്ന ആ ഒരു ടൈപ്പ് മാനദണ്ഡമാണ്. ഇനി അടുത്തത് 9ാമത്തെ കാര്യമാണ് 1000 cc കൂടുതലുള്ള വാഹനം. അതായത് ഇതാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിന്റെ പേരിൽ വലിയ 4 ചക്ര വാഹനം ഉണ്ടോ എന്നതും പരിശോധിക്കാം. ഇത് പ്രധാനമായിട്ടും ഇതിൽ ഒരു വിലയിരുത്തൽ സർക്കാർ ചെയ്യേണ്ട കാര്യമുണ്ട്. 1000 cc കൂടുതലുള്ള വാഹനം ഉള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല പറയുന്ന കാര്യം, അതൊരു കാര്യം ഗവൺമെന്റ് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം 1000 cc വാഹനം എന്ന് പറയുമ്പോൾ 800 പോലുള്ള വാഹനങ്ങൾ കുഴപ്പമില്ല ഇല്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്, മാരുതി 800. പക്ഷേ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം എന്ന് പറയുന്നത് അത്രയും
അത്യാവശ്യമായ കാര്യമാണ്. ഹോസ്പിറ്റൽ ആവശ്യത്തിന് പ്രധാനമായും വാർദ്ധക്യം കാലത്ത് പ്രധാനമായും ഹോസ്പിറ്റൽ എമർജൻസിക്ക് ഒരു കാർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. കാരണം പുതിയ ബൈക്കുകളെക്കാളും കുറവ് റേറ്റിൽ ഇപ്പോൾ കാറ് അവൈലബിൾ ആണ്. 65,000, 50,000, 1,00,000 താഴെ മാത്രം വില വരുന്ന സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. അതിൽ ഒരു പുതിയ ബൈക്ക് വാങ്ങണമെങ്കിൽ പോലും, ഒരു സ്കൂട്ടി വാങ്ങണമെങ്കിൽ പോലും 1,50,000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സർക്കാർ ഒന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. 1000 cc കൂടുതലുള്ള വാഹനം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത 10ാമത്തെ കാര്യമാണ് സംരക്ഷണ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവർ. അതായത് സർക്കാർ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥിര സംരക്ഷണ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. അതും ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത 11ാമത്തെ കാര്യം സർക്കാർ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാർ പെൻഷൻ. അതായത് മറ്റൊരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നവർക്ക് സാധാരണയായി ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ളതാണ്. അടുത്തത് 12ാമത്തെ മാനദണ്ഡമാണ് 60 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാർദ്ധക്യ പെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർഹതയാണ് ഇത്, 60 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളത്. പക്ഷെ പല സംഘടനകളും 60 വയസ്സ് 50 വയസ്സ് മുതൽ പെൻഷൻ അനുവദിക്കണമെന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ അതിന്റെ ഔദ്യോഗികമായിട്ട് ഒരു വിവരവും വന്നിട്ടില്ല. 60 വയസ്സായിരിക്കണം പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ മാനദണ്ഡമായി വരേണ്ടത്. 60 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് 13ാമത്തെ മാനദണ്ഡമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പെൻഷൻ. അതായത് PC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർക്കും നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പെൻഷൻ ഇപ്പോഴും വാങ്ങുന്നവർക്ക് ഈ ഒരു സർക്കാരിന്റെ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തത് 14ാമത്തെ മാനദണ്ഡം കേരളത്തിൽ 3 വർഷം താമസം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ തുടർച്ചയായി 3 വർഷമെങ്കിലും താമസിച്ചിരിക്കണം എന്നുള്ളതാണ് 14ാമത്തെ മാനദണ്ഡം. ഇനി 15ാമത്തെ മാനദണ്ഡമാണ് 2 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗുണഭോക്താവാകരുത്. ഒരു വ്യക്തിക്ക് ഒരേ സമയം 2 പഞ്ചായത്തുകളിലോ 2 മുനിസിപ്പാലിറ്റികളിലോ ഗുണഭോക്താവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്കും ഈ പെൻഷൻ തുക ലഭിക്കില്ല എന്നുള്ളതാണ്. ഇനി 16ാമത്തെ മാനദണ്ഡം സ്ഥിരതാമസമുള്ള സ്ഥലത്ത് അപേക്ഷ. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ തദ്ദേശ സ്ഥാപനത്തിലാണ് അപേക്ഷ നൽകേണ്ടതെന്നാണ് 16ാമത്തെ മാനദണ്ഡത്തിൽ പറയുന്നത്. ഇനി 17ാമത്തെ അവസാനത്തെ മാനദണ്ഡമാണ് 2000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വിഷയം ഇതാണ്. 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ കെട്ടിടത്തിന്റെ ഉടമയോ അതിൽ താമസിക്കുകയോ ആളായിരിക്കരുത് എന്നതാണ് നിലവിലെ മാനദണ്ഡം. അതായത് ഇവിടെ നിരവധി ചോദ്യങ്ങളുണ്ട്. വീട് പഴയതാണെങ്കിൽ എന്ത് ചെയ്യും, മകന്റെ പേരിലുള്ള വീട് ആണെങ്കിൽ എന്ത് ചെയ്യും, 2 നില വീടാണെങ്കിൽ എന്ത് ചെയ്യും, വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കെട്ടിടമാണെങ്കിൽ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോ കേസിലും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യമുണ്ട് സുഹൃത്തുക്കളെ, പല പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. വീട്ടിൽ AC ഉണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുമോ? ഇപ്പോൾ നിലവിലുള്ള 17 ഔദ്യോഗിക മാനദണ്ഡങ്ങളിൽ AC ഉള്ളത് അയോഗ്യത മാനദണ്ഡമായി പരിഗണിക്കുന്നില്ല. പക്ഷേ വീട്ടിൽ AC ഉണ്ടെന്ന കാരണത്താൽ മാത്രം പെൻഷൻ നിഷേധിക്കുമെന്ന് നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ പറയുന്നില്ല. എന്നാൽ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുമ്പോൾ വിവിധ വിവരണങ്ങൾ സർക്കാർ പരിശോധിക്കും എന്ന ചർച്ചകളിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിനാൽ AC ഉള്ളത് മാത്രം നോക്കി ആരും ആ നിഗമനത്തിൽ എത്തരുത്. നിലവിലെ ഔദ്യോഗിക മാനദണ്ഡങ്ങളിൽ നേരിട്ട് പറയുന്നത് കുടുംബ വരുമാനം, ഭൂമി, വാഹനം, മറ്റ് പെൻഷനുകൾ, 2000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം, അതിൽ ആഡംബരമായി ഉപയോഗിക്കുന്ന ഒരു പക്ഷേ അത് പരിഗണിക്കാവുന്നതാണ് AC. പക്ഷേ അതിനുള്ള ഔദ്യോഗികമായി ഒരു കാര്യം വന്നിട്ടില്ല. അത് നിലവിൽ VD സതീശൻ സർക്കാർ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനാൽ ആരും തന്നെ ഭയപ്പെടേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. ഇതൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ 17 മാനദണ്ഡങ്ങൾ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ, ഇല്ല ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മാറ്റണം, ഇങ്ങനെയൊരു നിയമം പാടില്ല എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. അതുമായി നമ്മൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.